നമുക്കിന്ന് ഇവിടെ ചിക്കൻ മദ്ഗൂത്ത് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്നത് ബാസ്മതി അരിയാണ്. അത് നമുക്ക് ഒരു 3/4 കിലോ പോലെ എടുക്കുന്നുണ്ട്. അത് ഒരു 5 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. അത് നല്ല അരമണിക്കൂർ കഴുകി പുതിർത്ത് വെക്കണേ. എന്നാലാണ് അത് നല്ല നീട്ടായിട്ടുണ്ടാവുക ചോറ് കാണുമ്പം തന്നെ. അതാണ് ഞാനത് 5 ഗ്ലാസ് അരി എടുത്ത് കഴുകി വൃത്തിയാക്കി അത് വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 കിലോ ചിക്കനാണ്. അത് ചിക്കൻ നല്ല വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചിട്ട് വാങ്ങിയിട്ട് വന്നത്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന 2 കുടമുളക് വേണം. അത് ചെറുങ്ങനെ മുറിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 4 സവാള മതി, അധികം വേണ്ട. ബിരിയാണീൻ്റെ അത്രയും വേണ്ട. ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഡിഷാണ്. നല്ല ടേസ്റ്റുമാണ്. അതിന് വേണ്ടുന്നത് കുറച്ച് കുരുമുളക്, ഒരു 2 സ്പൂണോളം കുരുമുളക്, അതേപോലെ തന്നെ 2 സ്പൂണ് മല്ലി, 1 ടീസ്പൂണ് ജീരകം, പിന്നെ ഒരു വലിയ കഷ്ണം പട്ട, ഏലക്ക, ഗ്രാമ്പ്. ഞാൻ 10 ഏലക്കായി ഇട്ടിട്ടുണ്ട് വറുക്കുന്നതിൽ. പിന്നെ പട്ടയും ഗ്രാമ്പും എല്ലാം കുറച്ച് മതി. പിന്നെ ഒരു ബിരിയാണി ഇല, അതെല്ലാം വറുത്തെടുത്ത് നമുക്കത് പൊടിച്ചിട്ട് ഒരു ഭാഗത്ത് വെക്കാം. പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ബിരിയാണീൻ്റെ അത്രയും കൂടെ ഇത് ആക്കാൻ പണി കുറവാണ്. നല്ല ടേസ്റ്റുമാണ്. അതിന് വേണ്ടുന്ന ഒരു 5 തക്കാളിയാണ് പിന്നെ വേണ്ടുന്നത്. അധികം തക്കാളി വേണ്ട. 4 തക്കാളി മതി എന്ന് വിചാരിച്ചു. ഒരു 5 എണ്ണം എടുത്താൽ നല്ല കളറായിട്ടുണ്ടാവും. അത് നമുക്ക് മുറിച്ചിട്ട് മിക്സിയിൽ അത് അരച്ചെടുക്കാം. സവാളയും തക്കാളിയും കൂടിയിട്ട് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും അരക്കുന്നതിലിടുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് അതിലേക്ക് ഇടാം നമുക്ക്. ഇത് നല്ല നൈസിൽ അരച്ചിട്ടെടുത്ത് വെക്കാം. ഇനി കുറച്ച് എണ്ണ ചൂടായി. അതിലേക്ക് ഒരു 5 ഏലക്കായി, ഒരു കഷ്ണം പട്ട, കുറച്ച് ചെറിയ ജീരകം. അത് നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല ചൂടായി വന്നതിന് ശേഷം അരച്ച തക്കാളി, സവാള, ഒരു പച്ചമുളകാണ് അതിൽ അരച്ചതിലിട്ടത്. അത് നല്ല എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു 4 പച്ചമുളക് അതിലേക്ക് കീറിയിടാം. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ നല്ല കളർ ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ക്യൂബാണ് ഇടുന്നത്. അത് 2 എണ്ണം ഇടുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഉണ്ടെങ്കിൽ ഇടണ്ട. ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നല്ല എണ്ണ തെളിയുന്നവരെ നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വലിയ കഷ്ണാക്കിയ ചിക്കന് ഇതിലേക്ക് ഇടാം. ഇതാ കണ്ട നല്ല ആയി വന്ന്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്താം. ചിക്കൻ നല്ല വഴറ്റണം. അതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ അതിൽ വയറ്റിൽ നിന്ന് നല്ല വെന്ത് വരും കുറച്ച്. ഇത് അറബി ഡിഷ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതേപോലെ ആക്കി നോക്കൂ. നല്ല മുളക് ഉപ്പ് എല്ലാം അതിനേക്ക് ചിക്കനിൽ പിടിക്കട്ട് കുറച്ച് നേരം. അതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ച പൊടിയും ഇതിലേക്ക് ഇടാം. പൊടിയിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല വന്നതിന് ശേഷം നമുക്ക്
മുളക് കുടമുളക് മുറിച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം നമുക്ക് അരമണിക്കൂറാണ് ഞാൻ ഈ ബാസ്മതി അരി കുതിരാൻ വെച്ചിട്ടുള്ളതിന്. അരമണിക്കൂർ നല്ല നീട്ടായിട്ടുണ്ടാകും ചോറ് കാണാൻ വേണ്ടിയിട്ട്. അരിയിട്ട് ഇളക്കി 5 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് അരി വെള്ളം വെച്ചാൽ മതി. ബിരിയാണിക്ക് വെക്കുന്ന അത്ര വെള്ളം വെക്കണ്ട. അത് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കുറവായിട്ട് വെച്ചാൽ മതി, അധികം വെക്കാൻ പാടില്ല. തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കത് ഇനി കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ തിളച്ചു. ഒറ്റൊരു വിസിലേ വരണ്ടു, അധികം വരണ്ട. അതിൽ തന്നെ നല്ല വെന്ത് കുഴയുന്നുണ്ട്. നോക്കൂ, നല്ല വെന്ത് വന്ന് നമുക്കിനി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ല ചിക്കനെല്ലാം നല്ല വെന്ത് കുഴഞ്ഞ് ഉപ്പും മുളകെല്ലാം നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്.